ഷാബാസ് ഷെരീഫ് വധക്കേസിലെ വിധി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവിനെ അഭിനന്ദിച്ച് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ്. വിധിക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസാണ് ഷാബാസ് ഷെരീഫ് കേസെന്നും അദ്ദേഹം പറഞ്ഞു. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസാണ് ഷാബാസ് ഷെരീഫ് കേസെന്നും അദ്ദേഹം പറഞ്ഞു. 2024 ഫെബ്രുവരിയിലാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത്. മൃതദേഹമോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് നിർണായകമായത്. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ 15 പ്രതികളാണ് കേസിലുള്ളത്. കേസിൽ 80 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 2019 ഓഗസ്റ്റിലാണ് മൈസൂർ സ്വദേശിയായ പാരമ്പര്യ ചികിത്സാ വിദഗ്ധൻ ഷാബാസ് ഷെരീഫിനെ വ്യവസായിയായ നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫും സംഘവും നിലമ്പൂരിലേക്ക് തട്ടിക്കൊണ്ടുവന്നത്. ഒറ്റമൂലി മരുന്നുകളുടെ രഹസ്യം ചോർത്തി മരുന്ന് വ്യാപാരം നടത്തി പണമുണ്ടാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. 1 വർഷം ചെങ്ങലക്കിട്ടും ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ഷാബാസ് ഷെരീഫ് മരുന്നിന്റെ രഹസ്യം പറഞ്ഞുകൊടുത്തില്ല. ക്രൂര പീഡനത്തിനൊടുവിൽ ഷാബാസ് ഷെരീഫ് കൊല്ലപ്പെടുകയായിരുന്നു. ഈ കേസിലാണ് ഇന്ന് കോടതി വിധി പറഞ്ഞത്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ കോർപ്പസ് ഡെലിക്റ്റ്, അതായത് ബോഡി ഓഫ് ക്രൈം ഇല്ല. ബോഡി ഓഫ് ക്രൈം കോപ്സ് ഇല്ല എന്നല്ല, ഏത് കാര്യമാണെങ്കിലും നടന്ന സംഭവമില്ല. ഇപ്പോൾ 302 ചാർജ് കൊടുത്ത 304 പാർട്ടിയിലേക്കാണ് കൺവിക്ഷൻ വന്നിരിക്കുന്നതെങ്കിലും അതിൽ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഈ രീതിയിലുള്ള ധാരണാന്ത്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കി. കേരളത്തിന്റെ ചരിത്രം എടുത്താലും ഇന്ത്യയുടെ എടുത്താലും വളരെ റെയറായിട്ടാണ് ഇങ്ങനെയുള്ളൊരു നിമിഷം വരുന്നത്. ഇതിൽ അപ്പോൾ ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് ഇവിടേക്ക് വന്ന് ഒരുപാട് ആംബിഗ്വിറ്റീസ് ഉള്ള ചരിത്രങ്ങളില്ലാത്ത തരത്തിലുള്ള കേസായിരുന്നു. അതിൽ മുന്നേ സൈക്കോളജിസ്റ്റുള്ള ടീം ഔട്ട്സ്റ്റാൻഡിംഗ് ജോബ് ഉണ്ട്. ഇതിലെ ഓരോ പ്രതിബന്ധങ്ങൾ 78ാം ദിവസം ചാർജ് കൊടുത്ത കേസ് കൂടിയാണ്. ഇത് കസ്റ്റഡിയിലാണ് ഈ ട്രയൽ മൊത്തം നടന്നത്. എൻ്റെ ഇൻസ്പെക്ടർ, മലപ്പുറം ഇൻസ്പെക്ടർ വിഷ്ണു പി എസ് കാണാൻ ഔട്ട്സ്റ്റാൻഡിംഗ് ജോബ് ഉണ്ട്. സജുവാണ് ഇവരുടെ ശിക്ഷാവിധി 22-ന് പ്രഖ്യാപിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥരായ SP സുജിത് ദാസ് IPS, DYSP സാജു K അബ്രഹാം, CIP വിഷ്ണു, SI മാരായ നവീൻ ഷാജ്, M അസൈനാർ, ASI മാരായ റനി ഫിലിപ്പ്, അനിൽകുമാർ, VK പ്രദീപ്, A ജാഫർ, CPO സന്ധ്യ, ഡാൻസാഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി, T നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇവരുടെ മികവ് എടുത്തു പറയേണ്ട കാര്യമാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. A+ വിഷൻ, മഞ്ചേരി. നിങ്ങളുടെ കുട്ടിക്ക് ഹിന്ദി അറിയില്ലേ, മാത്സ് അറിയില്ലേ, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് ഇതും പക്ഷത്തിലാണോ? എങ്കിൽ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ വരുന്ന ഏപ്രിൽ 7 മുതൽ A+ അക്കാഡമിയിലെ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റും അത് തുടക്കം മുതൽ കൊടുക്കും. അതായത് എല്ലാ സബ്ജക്റ്റിനും ബേസ് കിട്ടി പഠിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഫുൾ A+ എത്താൻ ഈ ക്ലാസ്സിന് സഹായകരമാകും. അപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമാണുള്ളത്. അപ്പോൾ മറക്കണ്ട, ഏപ്രിൽ 7-നാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക. ഉടനെ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഫുൾ A+ ആണോ? എങ്കിൽ ഞങ്ങളുണ്ട് കൂടെ.